നമസ്കാരം. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം കോർപ്പറേഷനിൽ അധികാരം കിട്ടിയതോടുകൂടി BJP തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ ചിത്രം, മഹാത്മാഗാന്ധിയുടെ ചിത്രത്തിന് സമീപം പുനഃസ്ഥാപിച്ച വാർത്തകൾ കണ്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന ചില കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ പേരുകൾ മാറ്റുക, ചിത്രങ്ങൾ മാറ്റുക എന്നുള്ളത് BJPക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. വർഷങ്ങളായിട്ട് അവർ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ അധികാരത്തിൽ വരുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ പഴയ ബ്രിട്ടീഷുകാരോ ഡച്ചുകാരോ ഒക്കെ ഉണ്ടാക്കി വെച്ച വലിയ സൗധങ്ങളുടെ മേലിൽ ഇന്ത്യൻ രാജാക്കന്മാരുടെ പേരെഴുതി വെക്കുന്നതിൽ അവർക്ക് വലിയൊരു സന്തോഷമാണ്. അങ്ങനെയാണ് വിക്ടോറിയ ടെർമിനസ്, ഛത്രപതി ശിവാജി ടെർമിനസും ഒക്കെ ആയി മാറിയത്. അങ്ങനെ വളരെ മനോഹരമായ ബ്രിട്ടീഷ് നിർമ്മിതികൾക്കെല്ലാം സ്വന്തം പേരെഴുതി വെച്ച് നിർവൃതി അടയുന്നവരാണ്. എന്നാൽ അതുപോലെ ഒന്ന് നിർമ്മിക്കാനുള്ളവരെ കൊണ്ട് കഴിയുന്നതില്ല. ഇതൊക്കെ ഒരു അപകർഷതാബോധത്തിൽ നിന്നും ഉടലെടുക്കുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പണ്ട് ഒരു കഥ പറയാറുണ്ട്. അമേരിക്കക്കാരൻ വളരെ നേരിയ ഒരു സൂചി ഉണ്ടാക്കി, ജപ്പാൻകാരൻ അതിൽ നൂല് കോർക്കാനുള്ള ചെറിയ ഒരു തുളയുണ്ടാക്കി, ചൈനക്കാരൻ അതിലൂടെ ഇടാനുള്ള ഒരു നൂല് നിർമ്മിച്ച്. അപ്പോൾ ഇന്ത്യക്കാരൻ ചെയ്തത് എന്താണെന്ന് അറിയാമോ? ആ സൂചിയിൽ മേഡ് ഇൻ ഇന്ത്യ എന്ന് എഴുതി ചേർത്തു എന്ന് പറയുന്നത് പണ്ട് തൊട്ടേ ഇന്ത്യക്കാരുടെ ഒരു മാനസിക രീതിയെ വെളിവാക്കാൻ വേണ്ടി ആരോ ഉണ്ടാക്കിയ ഒരു കഥ ആണ്. ആ കഥയാണ് എനിക്കിത് കണ്ടപ്പോൾ ഓർമ്മ വന്നത്. എനിക്കതിലേക്കേറെ രസം തോന്നിയത്, ഈ മഹാരാജാവിന്റെ ചിത്രം അവിടെ സ്ഥാപിച്ചപ്പോൾ അത് കണ്ട് ആനന്ദ നിർവൃതി അടയുന്ന കുറെ ജനങ്ങളുണ്ട് നമ്മുടെ നാട്ടില്. ഞാൻ കേട്ടിട്ടുണ്ട്, അമേരിക്കയില് അടിമത്തം നിർത്തലാക്കിയപ്പോൾ ആ അടിമത്തം നിർത്തലാക്കുന്നതിനെതിരെ ശബ്ദിച്ച കുറെ അടിമകളുണ്ടായിരുന്നു. അവരുടെ ആശങ്ക, അടിമത്തമില്ലെങ്കിൽ ഞങ്ങൾ ഇനി ആരുടെ അടിമയായി ജീവിക്കുക എന്നതായിരുന്നു. അത്തരം മനഃശാസ്ത്രം ഉള്ള കുറെ ആൾക്കാർ നമ്മുടെ നാട്ടിലും ഉണ്ടെന്ന് വേണം കരുതാൻ. തിരുവിതാംകൂർ മഹാരാജാക്കന്മാരുടെ ചരിത്രം എടുത്തു നോക്കിയാൽ അവരൊരിക്കലും ഒരു ജനസേവകരായിരുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പണ്ടത്തെ എല്ലാ നാട്ടുരാജാക്കന്മാരും ഒരു 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 ഗുണ്ടാലോകം പോലെയുള്ള ഒരു ഭരണമായിരുന്നു അവരുടേത്. അവരെല്ലാം ആസ്വദിക്കുകയും ജനങ്ങളിൽ നിന്ന് നികുതി ഈടാക്കി ആ നികുതി സ്വന്തം ഉപജീവനത്തിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് എല്ലാ നാട്ടുരാജാക്കന്മാരും ചെയ്തു വന്നിരുന്നത്. തിരുവിതാംകൂർ മഹാരാജാക്കന്മാരും അത് തന്നെയാണ്. മാത്രമല്ല, ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമാകുമ്പോൾ അതിനോട് യോജിക്കാൻ വിമുഖത കാണിച്ച ചുരുക്കം ചില നാട്ടുരാജാക്കന്മാരിൽ ഒരാളാണ് തിരുവിതാംകൂർ മഹാരാജാവ്. ഇന്ന് ആ ചിത്രം അവിടെ വെക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു വലിയ രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി അത് നേടിത്തന്ന മഹാത്മാഗാന്ധിയെ പോലെ ഇന്നും ലോകം ആദരിക്കപ്പെടുന്ന ഒരു നേതാവിന്റെ, ഒരു ജനാധിപത്യ രാജ്യം ഉണ്ടാക്കിയെടുക്കാൻ പാടുപെട്ട ഒരു മഹാത്മാവിന്റെ ചിത്രത്തിന്റെ സമീപം പഴയ ഒരു നാട്ടുരാജ്യത്തിന്റെ രാജാവിന്റെ ചിത്രം കൊണ്ട് കുറച്ച് ആത്മനിർവൃതി അടയുന്നവരുടെ ഒരു 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 എന്താ പറയുക, ഒരു മനോദാരിദ്ര്യത്തെ കുറിച്ചാണ് ഞാൻ അന്നേരം ചിന്തിച്ചത്. എന്നിട്ട് ഇവര് ബ്രിട്ടീഷുകാർ അവരുടെ സൗകര്യത്തിന് വേണ്ടി തിരുവനന്തപുരത്ത് ഉണ്ടാക്കി വെച്ച പല നിർമ്മിതികളെയും അത് തിരുവിതാംകൂർ മഹാരാജാക്കന്മാരാണ് ചെയ്തത് എന്ന രീതിയിൽ പറഞ്ഞ് നിർവൃതി അടയുകയാണ്. ശരിക്കും അതാണോ സംഭവിച്ചത്? അല്ല. ഡോക്ടർ പൽപൂരെ പോലുള്ള പ്രതിഭാധനർക്ക് പോലും ജാതിയുടെ പേരിൽ ഒരു ഡോക്ടറായിട്ട് കൂടി ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അതെല്ലാം മാറ്റിയെടുത്തത് ഇവിടുത്തെ ജനാധിപത്യമാണ്. അത് ഗാന്ധിജിയോ നെഹ്റു ആണെന്ന് പറയില്ല, ജനാധിപത്യമാണ്. ആ ജനാധിപത്യത്തിന്റെ ഇടയിലേക്കാണ് വീണ്ടും ഈ പഴയ നാട്ടുരാജാവിന്റെ ഫോട്ടോ കൊണ്ട് പ്രതിഷ്ഠിക്കുന്നത്. അത് കണ്ട് നിർവൃതി അടയുന്നവരോട് എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ കേരളത്തിലെ സർക്കാർ ഓഫീസുകളിൽ ഗാന്ധിജിയുടേത് അല്ലാതെ മറ്റു ഒരു ചിത്രങ്ങളും പാടില്ല എന്ന് സർക്കാർ നേരത്തെ തന്നെ ഒരു നിയമം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ മഹാരാജാവിന്റെ ചിത്രത്തിന് അവിടെ അധികം ആയുസ്സുണ്ടാവില്ല. നന്ദി, നമസ്കാരം.